അഹമ്മദാബാദ് എയർ ഇന്ത്യ വിമാനാപകടത്തിൽ എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോ പ്രാഥമിക റിപ്പോർട്ട് സമർപ്പിച്ചു. 2 പേജുള്ള റിപ്പോർട്ടാണ് കേന്ദ്ര വ്യോമയാന മന്ത്രാലയത്തിന് കൈമാറിയത്. ആദ്യഘട്ടത്തിൽ ശേഖരിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് പ്രാഥമിക റിപ്പോർട്ട്. സജു തോമസ് വിവരങ്ങൾ നൽകും. സജു, എന്തൊക്കെയാണ് ഈ അപകടവുമായി ബന്ധപ്പെട്ട പ്രാഥമിക റിപ്പോർട്ടിലുള്ളത്? റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിശദാംശങ്ങൾ ഇതുവരെയും പുറത്തു വന്നിട്ടില്ല. നമ്മൾ മനസ്സിലാക്കുന്നതനുസരിച്ച്, അതായത് ഫ്ലൈറ്റ് ഡാറ്റയുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ, അതുപോലെ ക്രൂ പ്രവർത്തനങ്ങൾ, കാലാവസ്ഥാ സാഹചര്യങ്ങൾ, അതുപോലെ മെക്കാനിക്കലുമായിട്ട് ബന്ധപ്പെട്ടുള്ള വിവരങ്ങളൊക്കെ സംബന്ധിച്ചുള്ള റിപ്പോർട്ടാണ് ഇന്നിപ്പോൾ സമർപ്പിച്ചിരിക്കുന്നത്. എന്തായാലും അഹമ്മദാബാദ് എയർ ഇന്ത്യ വിമാന അപകടത്തിൽ എയർക്രാഫ്റ്റ് ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി ആദ്യം മുതൽക്ക് തന്നെ അന്വേഷണം ആരംഭിച്ചിരുന്നു. അതായത് അപകടം നടന്ന പിറ്റേ ദിവസം തന്നെയാണ് ഒരു സമിതി രൂപീകരിക്കുകയും ഈ സമിതിയുടെ മേൽനോട്ടത്തിൽ 4 അംഗ സംഘം ഇവിടേക്ക് എത്തുകയും ഉടൻ തന്നെ എത്തുകയും ബ്ലാക്ക് ബോക്സ് അടക്കമുള്ള കാര്യങ്ങൾ ഒക്കെ നിരീക്ഷിക്കുകയും അതിനുവേണ്ടിയുള്ള പരീക്ഷണങ്ങളൊക്കെ നടത്തുകയും ചെയ്ത് നമ്മൾ കണ്ടതാണ്. അതിന്റെ റിപ്പോർട്ടാണ് ഇപ്പോൾ സമർപ്പിച്ചിരിക്കുന്നത്. 2 പേജുള്ള റിപ്പോർട്ടാണ് സമർപ്പിച്ചിരിക്കുന്നത്. ഇന്ന് ഡൽഹിയിൽ പാർലമെന്ററി സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ യോഗം ഉണ്ടായിരുന്നു. ഈ യോഗത്തിൽ, അതായത് വ്യോമയാന മന്ത്രാലയത്തിന്റെ പാർലമെന്ററി സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ യോഗമായിരുന്നു ഡൽഹിയിൽ നടന്നത്. ഈ യോഗത്തിലാണ് റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്നത്. പക്ഷേ ഈ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിശദാംശങ്ങൾ ഇതുവരെയും പുറത്തു വന്നിട്ടില്ല. പ്രധാനമായിട്ടും എത്തരത്തിലാണ് ഈ ഒരു അപകടം ഉണ്ടായത്, അല്ലെങ്കിൽ ഈ അപകടം ഉണ്ടായതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്താണ്, ഇതിനു മുൻപ് വിമാനത്തിൽ എന്തൊക്കെ സംഭവിച്ചു എന്നുള്ള പ്രാഥമിക വിവരങ്ങൾ മാത്രമാണ് ഇവർക്ക് ലഭിച്ചിരിക്കുന്നത്. അതനുസരിച്ചുള്ള പ്രവർത്തനങ്ങളും ഒക്കെ ഈ റിപ്പോർട്ട് തയ്യാറാക്കിയാണ് നൽകിയിരിക്കുന്നത്. നമുക്കറിയാം, സ്വാഭാവികമായിട്ടും ഈ ബ്ലാക്ക് ബോക്സ് കേന്ദ്രീകരിച്ചുള്ള പരീക്ഷണങ്ങൾ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം ഇപ്പോഴും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം 3 മാസത്തോളം വേണ്ടിവരും അന്ന് അതേ വിവരങ്ങൾ ഡീകോഡ് ചെയ്ത് ഒരു അന്തിമ റിപ്പോർട്ടിലേക്ക് എത്തണമെങ്കിൽ അതിന് പ്രാഥമികമായിട്ടുള്ള ചില വിവരങ്ങൾ മാത്രമാണ് ഇപ്പോൾ എയർക്രാഫ്റ്റ് ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിക്ക് ലഭിച്ചിരിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ടുള്ള റിപ്പോർട്ടാണ് ഇപ്പോൾ ഇന്ന് സമർപ്പിച്ചിരിക്കുന്നത്. സജു തോമസ് ആണ് വിശദാംശങ്ങൾ നൽകിയത്. ഇടവേള.